എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്മരണകൾ പുതുക്കി നിങ്ങളെടുക്കുന്ന ഓരോ നോമ്പുകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഇറാനിൽ നടക്കുന്ന യുദ്ധം, അവിടെ ആ കുഞ്ഞുമക്കൾ മരിച്ച് നമ്മളെല്ലാവരും സങ്കടത്തിലേക്ക് കടന്നുപോയ ആ ദിനങ്ങൾ, അതേമാതിരി തന്നെ റഷ്യ ഉക്രൈനായിട്ടുള്ള യുദ്ധങ്ങൾ, ഇവിടെ എല്ലാവരും മരിച്ചു വീഴുന്ന നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ ഈ ലോകത്ത് നടക്കുന്ന സകല യുദ്ധങ്ങൾക്കും ഒരു അറുതി വരുത്തുവാനും ലോകത്ത് സമാധാനം പുലരുവാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ തീവ്രമായി പ്രാർത്ഥിക്കുകയും അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നാഥനോട് നിത്യമായി പ്രാർത്ഥിക്കുവാനും ഞാൻ താഴ്മയായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് യുദ്ധം ആവശ്യമില്ല. ഇറാനിൽ മരിച്ച ആ കുഞ്ഞു മക്കളെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് എപ്പോഴും എൻ്റെ മനസ്സിൽ നനവായി കിടക്കുകയാണ്. കുഞ്ഞു മക്കളെ മരിച്ചത് നമ്മുടെ കുഞ്ഞുമക്കൾ, അത് വളരെ സങ്കടത്തിന് ഹേതുവായി. ഞാനും വളരെയധികം ദുഃഖിച്ചു ആ കാര്യത്തിൽ. മരിക്കുന്നത് ആരാ? നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ അമ്മ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ സഹോദരിമാർ, അവരൊക്കെയാണ് മരിച്ചു വീഴുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് ഈ യുദ്ധങ്ങളല്ല ആവശ്യം, സമാധാനമാണ് ആവശ്യം. എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഈ ത്യാഗ സ്മരണയിൽ, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാനായി പ്രത്യേകം താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് ഏവർക്കും വരുവാനിരിക്കുന്ന റമദാൻ മാസത്തിൽ വരുന്ന വലിയ ആ പെരുന്നാളിന് നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യമേ നേർന്നുകൊള്ളുന്നു. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ.